നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീന വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും രോഹിത് ചുമച്ച് രോഹിത്തിന് കിടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്ത ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അലീന പെട്ടെന്ന് എന്ത് ചെയ്തു, നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഒരു ചുക്ക് കാപ്പിയൊക്കെ വെക്കുവാണ്. പിന്നീട് വെള്ളം ചൂടാക്കി. അങ്ങനെ ചൂടുവെള്ളമൊക്കെ വെക്കണ സമയത്താണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ബബിതയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അലീന ചോദിച്ചു, അല്ല നീ ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ? അല്ല അത് പിന്നെ എനിക്കെന്തോ കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു. അല്ല ഇതെന്ത് പറ്റി അലീന ചേച്ചിന്ന് ചോദിച്ചു. അതെ, രോഗത്തിന് നല്ല വയ്യായികയുണ്ട്. ചുമയ്ക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് രക്തമൊക്കെ തുപ്പുന്നൊക്കെ ഉണ്ട്. എന്തോ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നേ. അപ്പോൾ ഒരു ചുക്ക് കപ്പി ഉണ്ടായിക്കൊണ്ട് കൊടുക്കാമെന്ന് ഓർത്തു. പിന്നെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ദേഹത്ത് ഇച്ചിരി ചൂട് പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും അലീന പറഞ്ഞു, അല്ല ഞാൻ ഈ ചുക്കാപ്പ് ഉണ്ട് കൊടുക്കട്ടെ, ഈ ചൂടുവെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് ഓഫ് ചെയ്തേക്കാവെന്ന് ചോദിച്ചു. ഞാൻ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭവിതയെ അവിടെ നിർത്തിയിട്ട് അലീന നേരെ മുറിയിലേക്ക് വന്നു. രോഹിതിനെ പതുക്കെ പിടിച്ചെഴുന്നേപ്പിച്ച് അവന് ചുക്ക് കാപ്പി കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ കാപ്പ് കുടിക്കുക, ഇത് കാപ്പ് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ഭേദമാകും, കുറച്ചൊരാശ്വാസം തോന്നുന്നു പറഞ്ഞു. അങ്ങനെ ചുക്ക് കാപ്പിയൊക്കെ കൊടുത്തു രോഹിത്തിന്. രോഹിത് അത് കുടിക്കുന്ന സമയത്ത് അലീനെ ഇടയ്ക്കിടയ്ക്ക് പാളിപ്പാളി ഒന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം രോഹിത്തിനോട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇച്ചിരി ചൂട് പിടിക്കാം, വിക്സൊക്കെ തെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അലമാരിക്കകത്ത് പോയി വിക്സ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ അവൻ്റെ ബനിയനൊക്കെ ഊരിയിട്ട് അവൻ്റെ നെഞ്ചത്തും പുറത്തുമൊക്കെ ഇങ്ങനെ വിക്സൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇവിടെ കിടക്ക്, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ പോയി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും ബബിത ചൂടുവെള്ളം ടവലിലേക്കായിട്ട് അങ്ങോട്ട് വന്നു. ഈ സമയത്ത് അലീന ഒരു അമ്പടിപ്പോട് കൂടി ബബിതയെ നോക്കുകയാണ്. ബബിത ചേച്ചി ചൂടുവെള്ളം എടുക്കാൻ വന്നല്ലേ, ഇത് അലീന ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ അലീന ചൂടുവെള്ളം വാങ്ങിയിട്ട് അവൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ ചൂട് വെക്കുവാണ്. അതെല്ലാം നോക്കി ബബിത ഇങ്ങനെ നിൽക്കുക. ബബിതയ്ക്ക് കണ്ണ് നിറഞ്ഞുപോയി. കാരണം എത്ര കെയറിങ്ങോട് കൂടിയിട്ടാണ് അലീന ചേച്ചി നോക്കുന്നത്, അവനെ രോഹിത്തിനെ നോക്കുന്നതെന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അങ്ങനെ ചൂടൊക്കെ പിടിച്ചതിന് ശേഷം വീണ്ടും ബനിയനൊക്കെ എടുത്തിടിയിച്ചു. പിന്നെ ഒരു നെഞ്ചത്ത് ഇങ്ങനെ ചൂട് വെക്കുന്ന ഒരു ബോട്ടിലുണ്ടായിരുന്നു, അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് ചൂടുവെള്ളമൊക്കെ നിറച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നെഞ്ചത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതി, നല്ല ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു. അവനെ പതുക്കെ പിടിച്ച് കിടത്തി. അങ്ങനെ ആ ചൂടുവെള്ളം വെക്കുന്ന ആ ഭാഗം അവൻ്റെ നെഞ്ചത്തേക്കൊക്കെ വെച്ചിട്ട് അലീന പറഞ്ഞു, ഇനി ഞങ്ങൾ പോയി കിടന്നോട്ടെ എന്ന് ചോദിച്ചു. കിടന്നോളാൻ പറഞ്ഞു. ആശ്വാസം തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ബബിതയോട് പറഞ്ഞു, മോളെ ഇനി നമുക്ക് പോയി കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീനെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ബബിത ഇങ്ങനെ അലീനയെ നോക്കി, പിന്നീട് രോഹിത്തിനെ നോക്കി കുറച്ച് സമയത്ത് അവിടെ നിൽക്കുകയാണ്. എന്തോ വല്ലാത്തൊരു സന്തോഷമാണോ സങ്കടമാണോ അത് ബബിതയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അലീന രാവിലെ മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം വന്ന് ഗേറ്റ് വന്ന് പത്രമൊക്കെ എടുക്കുകയാണ്. അങ്ങനെ പത്രമൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് 3-4 ചെറുപ്പക്കാർ അവിടേക്ക് വന്ന ഗേറ്റിൻ്റെ അരിയിലേക്ക് വന്നേ. എന്നിട്ട് അലീനെ ഇങ്ങനെ നോക്കി. പിന്നീട് ഒരുത്തം പറഞ്ഞു, അവനിവിടെ ഉണ്ടെന്നാ തോന്നിയെന്ന് പറയാം. അത് ശരിയാ, അങ്ങനെയാണ് നമുക്ക് ഇവളോട് ചോദിച്ചു നോക്കാം, ഇവിടുത്തെ ജോലിക്കാരി എങ്ങനെയാണെന്ന് തോന്നേ, അങ്ങനെയാണ് ഇവളോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാലോ എന്ന് പറഞ്ഞു. അലീനയോട് വന്നിട്ട് ചോദിച്ചു, അല്ല അവൻ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന ചോദിച്ചു, ഏതവന്, അവന് പേരില്ലേന്ന് ചോദിച്ചു. ആ രോഹിത് ബാലേന്ദ്രന്. രോഹിത്തോ? രോഹിത് ഉണ്ടല്ലോ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ അവനോട് പറഞ്ഞോളാം. അല്ല അവനോട് പറയേണ്ട കാര്യം എന്താ, ഇപ്പൊ പറ, കാര്യം എന്താന്ന് പറയേട്ടന്മാരെ. അതൊക്കെ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ, ഞങ്ങളെ അവനൊരു അവാർഡ് കൊടുക്കാനെന്ന് പറഞ്ഞു. അവാർഡോ? എന്തിനുള്ള അവാർഡ്? അതൊക്കെ ഞങ്ങൾ അവനെ വിളിച്ച് അവനെ കൊടുക്കണ സമയത്ത് പറഞ്ഞോളാം. ഒരു കാര്യം ചെയ്യാം, അപ്പം ഞങ്ങൾ പോയി അവനെയും കൂടി വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞ് പലീന ഇങ്ങനെ അവരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇപ്പം അവൻ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാന്നേ, അവന് കൊടുക്കേണ്ട അവാർഡ് ഞങ്ങൾക്ക് കൊടുത്തല്ലേ മതിയുള്ളൂ, പിന്നെ ആർക്ക് കൊടുക്കും? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും കൊടുക്കുക. അതിന് അർഹതയുള്ള ആരെങ്കിലും ഉണ്ടോ നോക്ക്, എങ്കിൽ അവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരുത്തിന് ഇഷ്ടപ്പെട്ടില്ല. നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അവനെ ഞങ്ങൾ കണ്ടിട്ടേ പോകത്തോളം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വെറുതെ നിൽക്കാമെന്ന് മാത്രമുള്ളൂ ചേട്ടന്മാരെ, കാണാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ അന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അവനെ കാണാൻ വന്നതാണെങ്കിൽ ഞങ്ങൾ കണ്ട് അവനുള്ള അവാർഡും കൊടുത്തിട്ടേ പോകുള്ളൂ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, ആർക്കൊക്കെ കാണണമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം, എങ്കിൽ നിങ്ങളൊന്ന് വരിവരിയായിട്ട് നിന്നേന്ന് പറഞ്ഞു. പിന്നീട് അലീന ചെയ്തു, കയ്യിലിരുന്ന ഫോണെടുത്ത് വീഡിയോ എടുക്കുന്ന പോലെ കാണിക്കണം. അപ്പോഴേക്കും അമ്മമാർ പറഞ്ഞു, പോയേക്കടാ, ഇത് പണി തരാനാണെന്നാ തോന്നേ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവന്മാർ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം. അലീന പറഞ്ഞു, രാവിലെ തന്നെ ഓരോരുത്തന്മാരൊക്കെ വന്നോളും, ഇവന്മാരൊക്കെ എന്ത് ചെയ്താൽ മതിയാവും എന്നൊക്കെ പിറുപിറുത്തോണ്ട് അലീന അകത്തേക്ക് കയറിപ്പോന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ വൈജയ്ക്കുള്ള ജ്യൂസൊക്കെ ആയിട്ട് കൃഷ്ണമോൾ അങ്ങോട്ട് ചെന്നു. പിന്നീട് വൈജയോട് ചോദിച്ചു, അമ്മ എന്തിനമ്മ ഈ കഥ എപ്പോഴും ലോക്ക് ചെയ്ത് വെച്ചിരിക്കണമെന്ന് ചോദിച്ചു.
ലോക്ക് ചെയ്യുന്ന എന്തിനാന്നോ? കുറെ കള്ളന്മാരുടെ നടുവിലെല്ലാം കഴിയണേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. കള്ളന്മാരോ? ആരമ്മേ കള്ളന്മാര്? ഈ കുടുംബത്തിലുള്ളവരെല്ലാം അമ്മയുടെ ആൾക്കാരല്ലേ? അമ്മയുടെ മക്കളും ഭർത്താവും ഒക്കെ അല്ലേ, പിന്നെ ആരാ കള്ളന്മാരെന്ന് ചോദിച്ചു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അല്ല, ഒരുത്തി ഉണ്ടായിരുന്നില്ല ബബിത, അവൾ എവിടെയെന്ന് ചോദിച്ചു. അത് ബബിതേച്ചി ഫോണിനകത്ത് കുത്തിക്കൊണ്ട് മുറിയിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ, അവൾക്ക് എപ്പോഴും ഫോണുള്ളോ? എപ്പോൾ നോക്കിയാലും ഫോണിനകത്ത് തന്നെയാണല്ലോ, അവൾക്ക് ഇത്ര ഫോണിൽ കളി കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ്. കൃഷ്ണമോള് പറഞ്ഞു, അതെ ബാബിതേച്ചിയോട് തന്നെ പോയി ചോദിച്ചു നോക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് എന്താ ചോദിച്ചാൽ അമ്മ ചോദിക്കുമോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പോൾ എന്നോട് ചുമ്മാ കിടന്ന് ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും അങ്ങനെ രൂക്ഷമായിട്ട് കൃഷ്ണയെ ഒന്ന് നോക്കി ബബിത, അല്ല രൂക്ഷമായിട്ട് കൃഷ്ണയെ ഒന്ന് നോക്കി വൈജ. പിന്നീട് കൃഷ്ണമോൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും ബബിത പറഞ്ഞു, അല്ല നീ എന്താടി എന്നോട് തർക്കുത്തരം പറഞ്ഞിട്ട് പോകണോ എന്ന് ചോദിച്ചു. ആ സമയം കൃഷ്ണമോളങ്ങ് തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു, അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? അമ്മ ഈ വീട്ടിൽ വന്നതിന് ശേഷം ശ്രദ്ധിക്കുന്നുണ്ട്, അച്ഛനോട് നേരെ വണ്ണോ സംസാരിച്ചോ? അച്ഛനോട് സംസാരിച്ചു പോലും ഇല്ലോ. ഓ, അമ്മയ്ക്ക് അച്ഛനോട് സംസാരിക്കാനായിട്ട് ഇനിയിപ്പോൾ പേടി കാണോ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വൈജി ചാടി എഴുന്നേറ്റു. പേടിയോ? നിന്റെ അച്ഛനെ ഞാനെന്തിനാടി പേടിക്കുന്നേ? അല്ല പിന്നെന്താ സംസാരിക്കായിരുന്നേ? അതിന് നിന്റെ അച്ഛൻ എന്നോട് സംസാരിച്ചോ? അതിന് അമ്മ അച്ഛനോട് സംസാരിച്ചില്ലെന്താ? എനിക്ക് സംസാരിക്കാൻ തോന്നിയില്ല. ഇന്നലെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്ത് നിന്റെ അച്ഛൻ മുഖം തിരിച്ചു പോവല്ലേ ചെയ്യുന്നേ, അങ്ങനെ ഒരാളോട് ഞാൻ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, അല്ലേലും അതങ്ങനെയാ, അമ്മയ്ക്ക് അങ്ങനെയാ, അമ്മയ്ക്ക് അമ്മ പിടിക്കുന്നോടം ജയിക്കണം, അത്രയല്ലേ ഉള്ളൂ. മറ്റുള്ളവരുടെ മനസ്സ് കണ്ടുപിടിക്കാനായിട്ട് അമ്മ ഒരിക്കലും ശ്രമിക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, നിനക്ക് ചെറിയ വായിലെ ഇച്ചിരി വലിയ വർത്താനം കൂടുന്നുണ്ട്, പറഞ്ഞു കേട്ടല്ലോ. പിന്നെ അമ്മയുടെ കൂടെ അല്ലേ, അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞു. എന്താണ് നീ പെറുപെറുക്കുന്നേ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വൈജ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞോണം, അല്ലാതെ പെറുപെടുത്തിട്ട് പോകലെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ ഒന്നുമില്ല, അമ്മയോട് സംസാരിച്ച ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ, എനിക്ക് 2 തല്ലിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയോട് സംസാരിക്കാൻ വന്നേന്, അല്ലാതെ പിന്നെ എന്താ പറയണമെന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണമോൾ അങ്ങോട്ട് പോയപ്പോൾ ആ മുഖത്തടിയേറ്റ പോലെ വൈജയന്തി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രോഹിത്തിൻ്റെ അടുത്തേക്ക് അലീന വന്നു. അലീന വന്നിട്ട് രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. രോഹിത്തിനെ പതുക്കെ എഴുന്നേൽപ്പിച്ചു, അങ്ങനെ ബ്രഷ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം രോഹിത്തിന് കഴിക്കാനായിട്ടുള്ളതൊക്കെ എടുത്തു കൊടുക്കണം. അപ്പം റസ്ക്കും ചായയൊക്കെയാണ് കൊടുക്കുന്നത്. ഈ സമയത്ത് കൃഷ്ണമോൾ എന്ത് ചെയ്തു, നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ മോളെ ഞാനൊന്ന് തീർത്തോട്ടെ അച്ഛ, അത് മൊത്തം തീർക്കാൻ നിന്നിട്ടാൽ ശരിയാകത്തില്ല, അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇതേ സമയമില്ലാന്ന് പറഞ്ഞു. ഇടി എന്താണ് ഇത്ര അത്യാവശ്യം? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് പിടിച്ചു. കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ രോഹിത്തിൻ്റെ മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴാണ് ബാലേന്ദ്രൻ ആ കാഴ്ച കാണുന്നത്. ബ്രഷൊക്കെ ചെയ്യിച്ചതിന് ശേഷം അലീന കണ്ണാടി എടുത്ത് പിടിച്ചു കൊടുത്തു. ആ സമയത്ത് രോഹിത്തിൻ്റെ ഇത് തൻ്റെ മുടിയൊക്കെ ചീവി ഇങ്ങനെ വെക്കുവാണ്. അതിനുശേഷം അലീന പോയി ചായ റസ്കൊക്കെ എടുത്തോണ്ട് അതൊക്കെ ഇങ്ങനെ മുക്കി കൊടുക്കുക രോഹിത്തിന്. പിന്നീട് അതെല്ലാം കഴിച്ചതിന് ശേഷം മുഖമൊക്കെ തുടച്ചിട്ട് രോഹിത്തിന് കഴിക്കാനുള്ള മെഡിസിനൊക്കെ എടുത്തു കൊടുക്കുന്നു. കണ്ടോ അച്ഛാന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു അന്താളിപ്പോട് കൂടിയിട്ട് ബാലേന്ദ്രന് അലീനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അലീനെ രോഹത്തിന് ഇങ്ങനെ മാറ്റിയെടുക്കുന്നു. രോഹത്തിൻ്റെ മുഖത്ത് തന്നെ ഒരു പ്രസന്നതയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോലെയൊന്നുമല്ല, പനി കുറഞ്ഞതിൻ്റെ ഒരു ആശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. രോഹത്ത് അനുസരണയുള്ള കുട്ടിയെ പോലെ അലീന പറയുന്നതെല്ലാം അനുസരിച്ച് അലീനയോടൊപ്പം നിൽക്കുന്നു. ആ കാഴ്ച കണ്ടപ്പം ബാലേന്ദ്രനെ കണ്ണു നിറഞ്ഞുപോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.